ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി റവ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞ് പോലെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ വീണ്ടും തയ്യാറാക്കി എടുക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതുപോലെ നമുക്ക് ഇതിന്റെ കൂടെ ഏത് കറികൾ വേണമെങ്കിലും ചേരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായിരുന്നാലും ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടർ ഒരു പീസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് രണ്ടും വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിന്റെ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ട് മൂത്ത് വരുന്ന ആ ഒരു ടൈമിൽ ഇതിന് നല്ലൊരു മണമൊക്കെ വരും. ഈ ഒരു റവ നെയ്യിൽ കിടന്ന് മൂത്തതിന്റെ ഒക്കെ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് റവയ്ക്ക് വേണ്ടി അതേ കപ്പ് അളവിൽ തന്നെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ റവ ഇനി വെള്ളത്തിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്ത സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ ക്യാമറയിൽ കാണാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ കൈ തട്ടി ക്യാമറ ഓഫ് ആയി പോയിരുന്നു ആ ഒരു സമയത്ത്. അതുകൊണ്ടാണ് ഇതിൽ പെടാതിരുന്നത്. ഇപ്പൊ ഞാനിവിടെ അതേ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു പരുവായിട്ട് കിട്ടുമ്പോൾ പിന്നെ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം 1-2 സെക്കൻഡ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റവ അടിയിൽ പിടിക്കും. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി ഇട്ടാൽ മതി എന്നുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിത് ചെറിയൊരു ചൂടോട് കൂടി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം കുഴയ്ക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ പരുവം തെറ്റിപ്പോവും. കാരണം അത് നന്നായിട്ട് ഡ്രൈ ആയി പോവും. ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു പകുതി ചൂടോട് കൂടിയാണ് ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു മാവ് ഈ ഒരു വലിപ്പത്തിൽ ബോൾ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് വലിപ്പത്തിൽ ബോൾ ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം പിന്നെ അത് ഈ ഒരു ബോളിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഒരുപാട് നല്ല നൈസായിട്ടല്ല, എന്നാൽ നല്ല കട്ടിയുമല്ല, ഒരു മീഡിയം പരുവത്തിലാണ് ഞാൻ കാണിച്ചു തരാം. ഇത് ഫുള്ളായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഞാൻ ഇതിന്റെ കറക്റ്റ് പരുവം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതുപോലെ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കറക്റ്റ് ഷേപ്പോ ആകൃതിയോ ഒന്നും തന്നെ വേണ്ടതില്ല. കാരണം നമ്മളിത് ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലുള്ള പാത്രം വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തർക്കും എത്ര വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഏതെങ്കിലും അടപ്പ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പാത്രം വെച്ചിട്ടോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ കറക്റ്റ് പരുവം. ഈ ഒരു കട്ടിയിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ എല്ലാ മാവും പരത്തി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷം ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ച് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ഒരു ഭാഗം വെന്തുന്നാവുമ്പോൾ പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ആ ഒരു ഭാഗം കൂടി വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊള്ളി വരും. ഒരുപാട് അങ്ങ് നന്നായിട്ട് പൊള്ളി വരില്ല. ഇതുപോലെ ഈ ഒരു രീതിയിലാണ് പൊള്ളി വരുന്നത്. അങ്ങനെ ഞാനിവിടെ ഇതേപോലെ എല്ലാം ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞ് പോലുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടി. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. എത്ര കഴിച്ചാലും മടുപ്പ് വരികയില്ല. നമ്മുടെ വീട്ടിലുള്ളവർക്കാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോഴും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.